നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുക്കങ്ങൾ. ചുവരെഴുത്തുകളും ചിത്രം വരയും സജീവം. ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട്ടെ ചിത്ര പ്രദർശനം. പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധം പ്രമേയം. പുലിഭീതി ഒഴിയാതെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല. പൂവാറന്തോട്ടിൽ പുലിയെ കണ്ടതോടെ ഭീതിയിൽ മലയോര ജനത. കർണാടകയിൽ നിന്നുള്ള ചോളത്തണ്ട് നിരോധനത്തിൽ വലഞ്ഞ ക്ഷീര കർഷകർ. വേനലാകുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. ജനപ്രതിനിധികൾ ഇടപെടണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിച്ച് ഒരു ചിത്ര പ്രദർശനം. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് തെയ്യം വിഷയമായി പ്രദർശനം നടത്തുന്നത്. തെയ്യക്കാവിലെ പച്ചപ്പിൽ മണ്ണിന്റെ ചെഞ്ചുവപ്പ് വന്ന് മൂടുമ്പോൾ പ്രകൃതിയുടെ താളമാണ് തെറ്റുന്നത് എന്നും ആധുനികവൽക്കരണത്തിന്റെ പുറമോടികൾ തെയ്യത്തിന്റെ കാലുകൾ പൊള്ളിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രപ്രദർശനം. ആക്രിലിക് മാധ്യമത്തിലും ജലച്ചായത്തിലും വരച്ച 70 ചിത്രങ്ങളാണ് കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ നിരിപ്പ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ആസ്വാദകർക്ക് മികച്ച ദൃശ്യാനുഭവമായിരുന്നു ഓരോന്നും. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കണ്ണ് തെറിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്ര പരമ്പരയാണ് നിരിപ്പ് എന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാൻസിൽ നിന്നും ചിത്രകലയിൽ ബിരുദം നേടിയ രാജേന്ദ്രൻ പുല്ലൂർ ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും ചിത്രപ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. രാജാ രവിവർമ്മ ചിത്രകലാ പുരസ്കാരം, സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചിത്രകലാ പുരസ്കാരം, ന്യൂഡൽഹിയിലെ IFX ചിത്രകലാ പുരസ്കാരം, അശാന്തം ചിത്രകലാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടി. നിലവിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആർട്ടിസ്റ്റ് ക്യൂറേറ്ററാണ്. ന്യൂസ് 18 കാസർഗോഡ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കാനിരിക്കെ ചുവരെഴുത്തുകളും ചിത്രം വരകളുമൊക്കെയായി സജീവമായിരിക്കുകയാണ് കലാ അധ്യാപക കൂട്ടായ്മ. വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് കാര്യാലയത്തിന്റെ ചുറ്റുമതിലും ഭിത്തികളുമൊക്കെയാണ് വർണ്ണാഭമാക്കിയിരിക്കുന്നത്. കലാ അധ്യാപക കൂട്ടായ്മയിലെ 10ഓളം അധ്യാപകരാണ് സ്കൂൾ കലോത്സവത്തിന്റെ ചുവരെഴുത്തുകളിൽ സജീവമായിരിക്കുന്നത്. കഥകളിയും നൃത്തവും വാദ്യമേളങ്ങളുടെ ചിത്രങ്ങളുമൊക്കെയാണ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ വരച്ച് വർണ്ണാഭമാക്കിയിരിക്കുന്നത്. ജില്ലാ കലോത്സവം തീർന്നപ്പോൾ തന്നെ സംസ്ഥാന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. വിദ്യാഭ്യാസ ഓഫീസർമാരും കൊല്ലം ജില്ലയിലെ എല്ലാ പ്രഥമാധ്യാപകരും അധ്യാപക സംഘടനകളും എല്ലാവരും തന്നെ നമ്മുടെ കലോത്സവത്തിൻ്റെ പബ്ലിസിറ്റിക്കായിട്ടും അതോടൊപ്പം തന്നെ കലോത്സവത്തെ ഏറ്റവും മികച്ചൊരു കലോത്സവമാക്കി തീർക്കാനായിട്ട് നമ്മുടെ NCC, SPC, സ്റ്റുഡൻസ് ഇങ്ങനെ എല്ലാ ടീമും ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. കലോത്സവം പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദമാക്കാൻ വേണ്ടി വിവിധ പദ്ധതികളാണ് അധ്യാപക കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കലയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നതെന്ന് അധ്യാപകർ പറയുന്നു. അപ്പോൾ ഇതിൽ 10ലധികം അധ്യാപകർ ചേർന്നാണ് ഇപ്പോൾ ഇവിടെ ചിത്രം വരച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ കലോത്സവ വേദിയിലും കലാധ്യാപകരുടെ അതായത് പവലിയനും സംഗീത അധ്യാപകരുടെ കൂട്ടായ്മകളും അങ്ങനെയെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര താമരക്കുടി ശിവവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ചെടിച്ചട്ടികൾ പെയിന്റ് അടിച്ചും ചെടികൾ നട്ടും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് മുറ്റം അലങ്കരിച്ചത്. സംസ്ഥാന കലോത്സവം കൊല്ലത്ത് നടക്കുമ്പോൾ നമ്മൾ ആതിഥേയരാണല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന നമ്മുടെ ജില്ലാ ഓഫീസ് ഹരിതാഭമാക്കി തീർക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ രാവിലെ വന്ന് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനുവരി 4 മുതൽ 8 വരെയാണ് കൊല്ലത്ത് 24 വേദികളിലായി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. ഇതിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസും വർണ്ണാഭമാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിൽ നിന്ന് ചോളത്തണ്ടും തീറ്റപ്പുല്ലും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിരോധനം കടുപ്പിച്ചതോടെ ജില്ലയിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ. ചോളത്തണ്ടുമായി വന്ന വാഹനങ്ങൾ അതിർത്തിയിൽ കർണാടക പോലീസും വനംവകുപ്പും തടഞ്ഞു. കേരള സർക്കാരും രാഹുൽ ഗാന്ധി MP അടക്കമുള്ളവരും പ്രശ്നപരിഹാരത്തിന് ഇടപെടണം എന്ന ആവശ്യം ശക്തമാകുന്നു.
വേനൽക്കാലത്തെ ജലക്ഷാമം, കാലിത്തീറ്റ പ്രതിസന്ധി, ക്ഷീരമേഖലയിലെ പ്രതിസന്ധി എന്നിവ കണക്കിലെടുത്ത് ചാമരാജ്നഗർ ജില്ലാ കളക്ടറാണ് ചോളത്തണ്ടും തീറ്റപ്പുല്ലും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിച്ച് ഉത്തരവിറക്കിയത്. അതേസമയം ജില്ലയിലെ ആയിരക്കണക്കിന് ക്ഷീര കർഷകരാണ് കർണാടകയിൽ നിന്നുള്ള ചോളത്തണ്ടിനെ ആശ്രയിച്ച് കഴിയുന്നത്. ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനം പോലെ ഈ പ്രശ്നം തുടർന്നു പോകുമോ എന്ന ആശങ്കയാണ് കർഷകർക്ക്. കഴിഞ്ഞ ദിവസം രാവിലെ ചോളത്തണ്ടുമായി വന്ന 30ഓളം വാഹനങ്ങൾ അതിർത്തിയിൽ തടഞ്ഞു. പിന്നീട് മുന്നറിയിപ്പ് നൽകി വൈകുന്നേരത്തോടെയാണ് കടത്തിവിട്ടത്. 3 വർഷത്തേക്ക് പാട്ടത്തുക ഒരുമിച്ച് നൽകി കർണാടകത്തിൽ കൃഷി ചെയ്ത മലയാളി കർഷകർ പുല്ല് വെട്ടിയെടുത്ത് കൊണ്ടുവരാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വേനൽക്കാലം വരാൻ പോവുകയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങൾ തന്നെ പുല്ല് കൊടുത്തുകൊണ്ടിരുന്നത്, എല്ലാ ഇതിലും പുല്ല് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് നമ്മളാണ്. പിന്നെ ചോളക്കാരും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാവുമെന്ന്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും മന്ത്രിതലത്തിൽ ഇടപെട്ടുകൊണ്ട്, സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. വേനൽക്കാലം വരുന്നതോടെ തീറ്റക്ഷാമമുണ്ടാകുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന കാര്യത്തിലും കർഷകർക്ക് വ്യക്തതയില്ല. പ്രശ്നത്തിൽ സമരങ്ങൾ പലത് നടന്നെങ്കിലും ഫലമുണ്ടായില്ല. അടിയന്തര ഇടപെടലാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായി 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തീർത്ഥാടനം. എങ്കിലും അവധിയായതോടെ ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കുണ്ട്. സെമിനാറുകളും പ്രഭാഷണ പരമ്പരയും കലാപരിപാടികളും നടക്കുന്നുണ്ട്. ദേശീയ കാർഷിക മേളയും സസ്യ പുഷ്പ ഫല പ്രദർശനവും വിപണന മേളയും തുടങ്ങി. ഇന്ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലകാല ചിറപ്പ് സമാപനത്തിൽ 8008 സർവമത മൺചിരാത് തെളിയിച്ച് കൊല്ലം ഇടമൺ 34-ലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ക്ഷേത്ര ഉത്സവാഘോഷത്തിൽ മാത്രമല്ല, ഇതര മതസ്ഥരുടെയും ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കാളികളാകുകയാണ് ഇവർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടമൺ 34 മാടൻകാവിൽ 8008 മൺചിരാതുകളാണ് കത്തിച്ചത്. ആചാരങ്ങളുടെ ഭാഗമായി തെളിഞ്ഞ മൺചിരാതുകൾ ഒരു ദേശത്തിന്റെ മതസൗഹാർദ്ദം വിളിച്ചോതുന്നതായിരുന്നു. ഇടമൺ 34 സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇത് 16ാം തവണയാണ് ചിറപ്പ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഇടമൺ 34-ലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ കാലങ്ങളായിട്ട് ഇവിടെ ചിറപ്പും വിളക്കും 41-ന് നടത്തിയ ഈ വർഷം നടത്തിയത് 8008 മൺചിരാതുകളിൽ ദീപം തെളിയിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ദീപക്കാഴ്ചയും ദീപാരാധനയുമാണ്. കാലാകാലങ്ങളായി മാടൻകാവിൽ മണ്ഡലകാലത്ത് അന്നദാനവും മൺചിരാതുകളിൽ ദീപക്കാഴ്ചയും ക്രിസ്തുമസ് ആഘോഷവും ഇടമൺ 34 താജൽ ഇസ്ലാം ജമാഅത്തിൽ റമദാൻ മാസത്തിലെ നോമ്പുതുറയും ഒരു ദിവസത്തെ കഞ്ഞിസദ്യയും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. 1001 വിളക്കുകളിൽ തുടങ്ങി ഓരോ വർഷവും 1001 വിളക്കുകൾ കൂട്ടി 8ാം വർഷമായപ്പോൾ 8008 മൺചിരാതുകളായി. ഒരു ദേശത്തിന്റെ മതസൗഹാർദ്ദമാണ് കാവിൽ തെളിഞ്ഞത്. ഇടമൺ 34 സംയുക്ത ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയന്റെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ശ്രീ മാടൻകാവിലെ മണ്ഡലകാല ചിറപ്പ് മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് 8008 മൺചിരാതുകളിൽ ദീപം തെളിയിക്കുവാനും ഉച്ചയ്ക്ക് അന്നദാനം നടത്തുവാനും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടും ഞങ്ങളുടെ ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ടുമാണ് ഞങ്ങൾക്കിത്. ദീപക്കാഴ്ച SNDP പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് R സന്തോഷ്, സെക്രട്ടറി KS നിസാറുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘം നേതൃത്വം നൽകി. ന്യൂസ് 18 പുനലൂർ. കാടിറങ്ങുന്ന വന്യത. പുലിഭേദി ഒഴിയാതെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖല. കഴിഞ്ഞ ദിവസം രാത്രി കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാരംതോട്ടിൽ പുലിയെ കണ്ടതോടെയാണ് മലയോരവാസികൾ ആശങ്കയിലായത്. കൂടരഞ്ഞി പൂവാരംതോട്ടിൽ രാത്രി പുലി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടത് കാർ യാത്രക്കാരാണ്. ഇവർ ഉടൻ വനം വകുപ്പിനെ വിവരമറിയിച്ചു. സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. പുലി സാന്നിധ്യം അറിഞ്ഞതോടെ ജനങ്ങളും ഭീതിയിലാണ്. വണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സാധനം റോഡിന്റെ ഇപ്പുറ സൈഡ് വന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ താഴ്വശത്തേക്ക് തന്നെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ഇപ്പോൾ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അന്നേരം നോക്കുമ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കുമ്പോൾ ഒരു വിഷ്വൽസ് കിട്ടി. അത് നമ്മൾ അന്നേരം വാർഡ് മെമ്പർക്കും പിന്നെ അവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് അവിടെ അമ്പല കമ്മിറ്റിക്കാരെയൊക്കെ ഒന്നുകൊണ്ട് കാണിച്ചു. പുലിയോട് സാദൃശ്യമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയട്ടെ എന്താണ് പുലിയാണോ കാട്ടുപൂച്ചയാണോ എന്ന്. കാർഷിക മേഖലയായ പൂവാരംതോട്ടിൽ പുലിയെ കണ്ടതോടെ കർഷകർക്ക് കൃഷിയിടങ്ങളിലേക്ക് പോകാനും പേടിയാണ്. പൂവാർത്തോട്ടിൽ നിന്നും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പുറത്തുപോകുന്നവർ രാത്രി വൈകിയാണ് ഇതുവഴി കടന്നു പോകേണ്ടത്. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നും കൂടുവെക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പൂവാർത്തോട്ടിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാരും കൂടരഞ്ഞി തിരുവമ്പാടിയൊക്കെ തൊട്ട്
അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ആൾക്കാരാണ്. കൂടുതൽ ആൾക്കാരും 2 വീലേഴ്സ് അതുപോലുള്ള വാഹനങ്ങളിലാണ് പൂവാർനോട് വന്നു പോലെ. അപ്പം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പൂവാർനോടിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്കും രാത്രി പുറത്തിറങ്ങുന്ന കാര്യത്തിൽ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വിവരം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് തൊട്ടടുത്ത പ്രദേശമായ മുത്തപ്പൻ പുഴയിൽ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 കൂടരഞ്ഞി. പാലക്കാട് കാഞ്ഞിരത്താണിയിൽ കുന്നിടിച്ച് നിരത്തിയുള്ള മണ്ണ് ഖനനത്തിൽ പ്രതിഷേധം ശക്തം. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. തൃത്താല മണ്ഡലത്തിലെ കപ്പൂർ കാഞ്ഞിരത്താണിയിലാണ് കുന്നിടിച്ചു നിരത്തുന്നത്. അനധികൃതമായി മണ്ണെടുക്കുന്നത് മൂലം വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉയരുന്നത്. അമിതഭാരം കയറ്റി അനിയന്ത്രിതമായി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നത് മൂലം റോഡ് തകർന്നടിഞ്ഞു. ഇതോടെ ജനങ്ങൾ അപകട ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് മണ്ണുമായി പോയ ടോറസ് വാഹനം റോഡിടിഞ്ഞ് വീടിനോട് ചേർന്ന് തലകീഴായി മറിഞ്ഞത്. തുടർച്ചയായുള്ള അപകടങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. ഈ സാഹചര്യത്തിലാണ് പൗരസമിതി യോഗം ചേർന്നത്. തകർന്നടിഞ്ഞ പാത PWD ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനി ടാർ ചെയ്ത് നൽകണമെന്നും കലക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് സ്ഥിതി മനസ്സിലാക്കണമെന്നും പ്രമേയം പാസാക്കി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പും സ്ഥലത്തെത്തി. അപകട ഭീഷണി നേരിടുന്ന 11 വീടുകളും സംഘം സന്ദർശിച്ചു. മണ്ണെടുത്ത സ്ഥലത്ത് അളവിൽ കൂടുതൽ ഖനനം നടത്തിയതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറും. കുന്നിടിച്ചു നിരത്തിയുള്ള മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം പുതുപ്പാടി മരിയൻ അക്കാദമിയിൽ ത്രിദിന റോബോട്ടിക് റെസിഡൻഷ്യൽ ക്യാമ്പ് തുടങ്ങി. കോതമംഗലം മാർ ബസേലിയോസ് കോളേജിന്റെയും ദുബായ് ആസ്ഥാനമായിട്ടുള്ള യൂണിക് വേൾഡ് റോബോട്ടിക്സിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ്. വിനോദത്തോടൊപ്പം വിജ്ഞാനവും സംയോജിപ്പിച്ച് കുട്ടികളുടെ ഉപരിപഠനത്തിന് സഹായമാകുന്ന രീതിയിലാണ് ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ്. കോതമംഗലം മാർ ബസേലിയസ് കോളേജിന്റെയും ദുബായ് ആസ്ഥാനമായിട്ടുള്ള യൂണിക് വേൾഡ് റോബോട്ടിക്സിന്റെയും ആഭിമുഖ്യത്തിൽ പുതുപ്പാടി മരിയൻ അക്കാദമിയിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എൽദോസ് PU, അജിത് PS, അനു കാർത്തിക്, അഖില R ഗോമസ്, നിജോ ഇടിക്കുള ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് റോബോട്ടിക് ക്ലബ്ബിൽ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എൽദോമാർ ബസേലിയസ് കോളേജിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന രീതിയിലാണ് പരിശീലനം നൽകുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് റോബോട്ടിക്സ്, AI, മെറ്റാവേഴ്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി തുടങ്ങുന്ന കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഒരു അവബോധം കൊടുക്കുക എന്നതിനൊപ്പം ജസ്റ്റ് ഒരു തിയററ്റിക്കൽ സെഷൻ അല്ലാണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു സെഷനാണ് ഈ ഒരു 3 ഡേയ്സിൽ നടത്തുന്നത്. ന്യൂസ് 18 പുതുപ്പാടി. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം കാടുമൂടി. ഇതോടെ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി. കാട് മറയാക്കി സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നുണ്ട്. അഴൂർ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലുള്ള വാട്ടർ സ്റ്റോറേജ് ടാങ്കാണിത്. ചെമ്പുമൂല പമ്പ് ഹൗസിൽ നിന്നുള്ള ജലം ഇതിൽ സംഭരിച്ചാണ് ചിറയൻകീഴ് മേഖലയിലേക്കുള്ള ജലവിതരണം സാധ്യമാക്കുന്നത്. പക്ഷേ ടാങ്കും പരിസരവും കാട് കയറിയതോടെ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായി. ഇതിനടുത്തുകൂടി ഭയപ്പാടോടെയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. കയർ തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഈ ഭാഗത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നതും ഇതിന് സമീപത്ത് കൂടിയാണ്. ഇതും രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്നു. ഇതൊക്കെ വൃത്തിയാക്കി തരണം. നമുക്ക് വെള്ളം കോരി കുടിക്കാനുള്ളതാണ്. നമുക്ക് കിണറില്ല. ഇതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. പല അഴിമതികളും ഇതിനകത്ത് നടക്കുകയാണ്. രാത്രി കാലങ്ങളിലായാലും പകലായാലും ഇഴജന്തുക്കളെ കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടക്കാം ഒരു മനസ്സമാധാനവും ഇല്ല. നമ്മളെ കടിക്കുന്ന കുഴപ്പമില്ല, പൊടി കുഞ്ഞുങ്ങൾ എന്ത് പാവം ചെയ്ത്. വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി കൊടുത്ത് EIO പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വരുമെന്നാണ്. ഇപ്പോൾ ഒരു 3 ഞായറാഴ്ചയും കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പേര് ഒരു പരിഹാരം കണ്ട കാര്യം പൊടിക്കുട്ടികൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു കോളിച്ചിറ കയർ തൊഴിലാളികളും അല്ലെങ്കിൽ കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഒരു കോളിച്ചിറ കോളനിയാണ്. പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരോട് പരാതിപ്പെട്ടിട്ടും കാട് വെട്ടിത്തെളിക്കാൻ ഒരു നടപടികളും ഉണ്ടായില്ല. പ്രദേശം കാട് മൂടിയതോടെ സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചു. കാലപ്പഴക്കത്താൽ ടാങ്കിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലുമാണ്. ന്യൂസ് 18 ചിറയൻകീഴ്.
മൂന്നാറിൽ NSSന്റെ സപ്തദിന ക്യാമ്പ് സമാപിച്ചു. പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്കാണ് 7 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം നൽകാൻ ക്യാമ്പിനായി. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറെ കാലം മുന്നേ കഴിഞ്ഞ PHS ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ മാർഷ് പീറ്റർ ആയിരുന്നു സർട്ടിഫിക്കറ്റുകളും ബയോബിന്നും വിതരണം ചെയ്തത്. അധ്യാപികയായ ദൃശ്യായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റർ. കൊല്ലം ചക്കുവരയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിറവ് 2024 സംഘടിപ്പിച്ചു. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളെ ആദരിച്ചു. 1000, 2000, 5000 എന്നിങ്ങനെയുള്ള ചെറുകിട നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിറവ് 2024 കൊണ്ട് ലക്ഷ്യമിടുന്നത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ അധ്യക്ഷത വഹിച്ചു. വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ഞാനിപ്പോ ഇതുവരെ തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം. പൂരം പ്രദർശനത്തിനുള്ള അടിസ്ഥാന തറവാടക മുൻവർഷത്തെ തുകയായ 42 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണപ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മറ്റ് കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് പരിഹാരമായി. തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടക എക്സിബിഷൻ്റെ തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട് ഇരു ദേവസ്വങ്ങൾക്കും, അതുപോലെ തന്നെ ദേശക്കാർക്കും, പൂരമാസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപയായിരുന്ന തറവാടക ഇക്കൊല്ലം 2,20 ലക്ഷം രൂപയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് പ്രതിസന്ധിയുണ്ടായത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് വാടക വർധനയെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി BJPയും കോൺഗ്രസും രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് യോഗം വിളിച്ചത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ K രാജൻ, K രാധാകൃഷ്ണൻ, R ബിന്ദു, P ബാലചന്ദ്രൻ MLA, TN പ്രതാപൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറക്കും. മേൽശാന്തി ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടി ദർശനം അനുവദിക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. KSRTCയുടെ പമ്പ സ്പെഷ്യൽ സർവീസുകൾ തുടങ്ങി. മണ്ഡല പൂജകൾക്ക് ശേഷം ബുധനാഴ്ചയാണ് നട അടച്ചത്. നട തുറന്ന് രാത്രി നട അടച്ച് പതിവ് പൂജകൾ മാത്രം. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, പിന്നെ വഴിപാടായിട്ട് കളഭാഭിഷേകം ഉണ്ടാവും. അത് ആ ഒരു ക്രമത്തിൽ തന്നെ ജനുവരി 12-ാം തീയതി വരെ പോകും. പിന്നെ 13-ാം തീയതി മുതലാണ് ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകളൊക്കെ ആരംഭിക്കുന്നത്. 13-ാം തീയതി വൈകുന്നേരവും 14-ാം തീയതി രാവിലെയും പ്രാസാശുദ്ധിയും ബിംബശുദ്ധി ക്രിയകളും നടക്കും. അതിനുശേഷം 15-ാം തീയതി രാവിലെ 2:46 ഈ സംക്രമ സമയം. ആ സമയത്താണ് ഒരു വിശേഷാലുള്ള നെയ്യഭിഷേകം, കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യഭിഷേകം. പിന്നീട് വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, മകരവിളക്ക്, മകരജ്യോതി ദർശനം മുതലായവ. പിന്നെ അങ്ങനെ ഉത്സവം ആരംഭിക്കുക. മണ്ഡലകാലത്ത് നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തുമെല്ലാം വലിയ തിരക്കാണ്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും. ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു സമാന്തര പാതയായ വള്ളക്കടവ് കോഴിക്കാനം പുല്ലുമേട് റോഡ്, എന്നാൽ ഇത് സർക്കാർ ഇടപെടൽ തന്നെ അടഞ്ഞുകിടക്കുകയാണ്. ഒരു കാലത്ത് ഭക്തർ സന്നിധാനത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പ്രധാന കാനനപാതകളിലൊന്ന്. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും ഇതുവഴി 19 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പുല്ലുമേടെത്താം. ഇവിടെ നിന്നും 7 കിലോമീറ്റർ ഇറങ്ങിയാൽ സന്നിധാനത്തുമെത്താം. മുമ്പ് KSRTC മണ്ഡലകാലത്ത് ഇവിടേക്ക് സർവീസ് നടത്തിയിരുന്നു. പമ്പയിലെത്തുന്ന ഭക്തർ ദർശനത്തിന് ശേഷം പുല്ലുമേട്ടിലെത്തുകയും അവിടെ നിന്നും വാഹനമാർഗം വണ്ടിപ്പെരിയാറിലും എത്തിയിരുന്നു. എന്നാൽ 2011-ൽ സ്ഥിതിഗതികൾ ആകെ മാറിമറിഞ്ഞു.
മകരവിളക്ക് കാണാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കിനെ തുടർന്ന് പുല്ലുമേട്ടിലുണ്ടായ ദുരന്തത്തിൽ 102 ഭക്തർ മരിച്ചു. ഇതോടെ സർക്കാർ പുല്ലുമേട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. നിലവിൽ സത്രത്തിൽ നിന്നും ചെങ്കുത്തായ കയറ്റം കയറി 7 കിലോമീറ്ററോളം നടന്നാണ് ഭക്തർ പുല്ലുമേടെത്തുന്നത്. പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഇപ്പോഴുണ്ടാകുന്ന അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കാൻ ഈ പാത വീണ്ടും തുറന്നാൽ പരിഹാരം കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിലാക്കിയാൽ തീർച്ചയായും ഒരുപാട് ഭക്തർ, ഒരു 30 മുതൽ 40% അയ്യപ്പ ഭക്തർ എല്ലാ വർഷവും ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ പുല്ലുമേട് ദുരന്തം നടക്കുന്നതിന് മുമ്പ് പമ്പയിലെ തിരക്ക് നല്ലൊരു ശതമാനം കുറവാണ്. അവിടെ തിരക്കാണെങ്കിൽ ഒരുപാട് പേര് ഈ പാതയാണ് ഉപയോഗിച്ചിരുന്നത്. അതെല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ സാധ്യമാവും? ഈ പാത തുറന്നു നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ സംഘടനകൾ. ന്യൂസ് 18 ഇടുക്കി. കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ജില്ലാ ഭരണകൂടവും പോലീസും. കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകൾ മറികടക്കാൻ പ്രത്യേക തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ട് സെഗ്മെന്റായി തിരിക്കും. മൈതാനത്തിന് ഉൾക്കൊള്ളാവുന്ന അത്രയും പേർക്കേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. തലനാരിഴയ്ക്കാണ് പോയ വർഷം ദുരന്തമൊഴിവായത്. 40,000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന പരേഡ് ഗ്രൗണ്ടിൽ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. കഴിഞ്ഞ വർഷമുണ്ടായ വീഴ്ചകളിൽ പാഠം ഉൾക്കൊണ്ടാണ് ഇത്തവണ കർശന നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്നത്. പരേഡ് ഗ്രൗണ്ട് 4 സെഗ്മെന്റായി തിരിക്കും. അപകടമുണ്ടായാൽ ആംബുലൻസിന് സഞ്ചരിക്കാൻ പ്രത്യേക വഴി. സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ മിനി ആശുപത്രിയും ഇവിടെ സജ്ജമാക്കും. നമ്മുടെ ആംബുലൻസുകൾക്ക് പോകാനുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള വണ്ടികളും ജനങ്ങളും നിൽക്കാത്ത ഒരു റൂട്ട് തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാട്ടർ ആംബുലൻസിന്റെ ഫെസിലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പല സ്ഥലത്തായിട്ട് എമർജൻസി മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആസ്റ്റർ നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു മിനി ഹോസ്പിറ്റൽ സെറ്റപ്പ് തന്നെ നമ്മൾ അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി 1000-ഓളം പോലീസുകാരെ പരേഡ് ഗ്രൗണ്ടിനും പരിസരത്തും വിന്യസിക്കും. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ 26 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും. ആഘോഷം നടക്കുന്ന വൈകിട്ട് ജങ്കാർ 7 മണി വരെ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. ആഘോഷങ്ങൾക്കു ശേഷം 12 മണിക്ക് സർവീസ് പുനരാരംഭിക്കും. പപ്പാഞ്ഞിയെ കത്തിച്ചതിനു ശേഷം കൂട്ടത്തോടെ ആളുകൾ തിരിച്ചു പോകുന്നത് തടയാൻ ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികൾ 1 മണിക്കൂർ നീട്ടാനും തീരുമാനമായി. ലഹരി ഉപയോഗിച്ചെത്തുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെ പ്രത്യേക പരിശോധനയും ഉണ്ടാകും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സിനിമാ സ്ക്രീൻ ഇനി കോഴിക്കോട്. 100 രൂപയ്ക്ക് മൾട്ടിപ്ലക്സിൽ സിനിമ കാണാനുള്ള അവസരവും ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസിൽ ലഭ്യമാണ്. പരമ്പരാഗത ചെറിയ സ്ക്രീനുകളെ ഒഴിവാക്കി എപ്പിക് സ്ക്രീനുകളാണ് പലാക്സിയുടെ പ്രത്യേകത. 50 അടി ഉയരമുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റ് എപ്പിക് സ്ക്രീൻ കേരളത്തിൽ ആദ്യമാണ്. വലിയ സ്ക്രീനിൽ സിനിമകൾ കൂടുതൽ മിഴിവോടെ ആസ്വദിക്കാനാകുമെന്ന് ഉടമകൾ അവകാശപ്പെടുന്നു. കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ മോഡലും നമ്മൾ ഈ തിയേറ്ററിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒറ്റ മെട്രോ ആയി മാറുമ്പോൾ അതിൽ ഹൈലൈറ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റീറ്റെയിൽ എക്സ്പീരിയൻസ് എല്ലാ ആൾക്കാർക്കും മെട്രോന്റെ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ വേണ്ട എക്സ്പീരിയൻസ് സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മളെ ഒരു എയിം. 8 സ്ക്രീനുകളിലായി 1400 പേർക്ക് ഒരേ സമയം സിനിമ കാണാം. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 100 രൂപയാണ്. ആവശ്യക്കാർക്ക് ഇരിപ്പിടങ്ങളിൽ ലഘുഭക്ഷണങ്ങളും മറ്റും എത്തിക്കാൻ സൗകര്യങ്ങളുള്ള റീക്ലൈനർ സീറ്റുകൾ 2 സ്ക്രീനുകളിലുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി 40 സ്ക്രീനുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് ഹൈലൈറ്റ് ഗ്രൂപ്പ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും സപ്തഭാഷ സംഗമഭൂമി തേജസ്വിനിയുടെ തീരം പള്ളിയോടങ്ങളുടെ നാട് കഥകളി പിറന്ന നാട് ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്. കടലും തിരയും കഥ പറയുന്ന വർക്കല. കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്. കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ
കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. കേരളം കാത്തിരുന്ന വൻ പോരാട്ടങ്ങൾ ഇനി ന്യൂസ് 18-ൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീമിന്റെ പോരാട്ടം. 3 തവണ പടിക്കലെത്തി കാലമുടച്ചതാ. പക്ഷെ ഇത്തവണ ആ കപ്പ് ഇവാനാശൻ സംഘവും ഇഞ്ഞു പൊക്കും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ സ്റ്റേഡിയം മഞ്ഞക്കടലാകുമ്പോൾ ആ മഞ്ഞക്കടലിരമ്പം ഇനി ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. മഞ്ഞപ്പടയുടെ എല്ലാ മത്സരങ്ങളും ആവേശം ഒട്ടും ചോരാതെ ഇനി മുതൽ തത്സമയം ഫുൾ മാച്ച് ലൈവ് ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്. ജോയിൻ us. ഈ പരിപാടി നിങ്ങൾ